ഇന്നത്തെ കാലത്ത് ഫോട്ടോ എഡിറ്റ് ചെയ്യൽ, ഫോണിലൊക്കെ എടുക്കുന്ന ഫോട്ടോസ് കൂടുതലൊന്നും ആരും എഡിറ്റ് ചെയ്യാൻ നിൽക്കാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് ഫീച്ചേഴ്സുകൾ അതിൽ തന്നെ ഉണ്ട്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊന്നും ഇല്ലാത്തവർക്ക് പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മളെ ഫോണിൽ കൂടുതൽ സംഭവങ്ങളൊന്നും ഇല്ലാത്തവർക്ക് പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം അതിനെ നമുക്ക് നമ്മളേതായ രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് എവിടെ വെച്ചാൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഈ ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ലൈസൻസ് എഗ്രിമെൻറ്റിൽ ആക്സെപ്റ്റ് കൊടുക്കുക. ശേഷം ക്യാമറ, ഫോട്ടോസ്, കോളേജ്, ടെംപ്ലേറ്റ്സ് എന്ന് കാണാം. ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമ്മൾ ആദ്യം ടെംപ്ലേറ്റ്സിൽ ഓപ്പൺ ചെയ്യാം. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമുക്ക് ഇതിന് പറ്റിയൊരു ഫോട്ടോയ്ക്ക് പറ്റിയൊരു ഫ്രെയിമോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് തുടങ്ങാം. അതല്ല ഇനി നമ്മൾ ആദ്യം ഫോട്ടോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാമറയിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് വേണ്ട ഒരു ഫോട്ടോ എടുക്കുക. ക്യാമറ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. ഫോട്ടോ ഞാൻ എടുത്ത് വെച്ച ഫോട്ടോ ചെയ്ത് കൊണ്ടാണ് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫോട്ടോസ് ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ശേഷം നമുക്കിവിടെ താഴെയായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇത് കാണാം. ടൂൾസ്, ക്രോപ്പ്, റൊട്ടേറ്റ്, ഡബിൾ എക്സ്പോഷർ, അങ്ങനെ ഒരുപാട്. നമുക്കിപ്പോൾ അഡ്ജസ്റ്റിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അതിലും ഒരുപാട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. ലൈറ്റ്, കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നെസ് നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ കൂട്ടാനുള്ള ഓപ്ഷന്. ഇങ്ങനെ ഒരുപാട് നമ്മളെ ഫോട്ടോയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് കൊടുത്തിട്ട് ടിക്ക് ചെയ്യാം. അതുപോലെ ഒരുപാട് ബ്രഷുകൾ, ഇതാ ബ്രൈറ്റും ഡാർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബ്രഷുകൾ. ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഉപയോഗിച്ച് നിങ്ങളെ ഫോട്ടോ ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണം. ഇനി പിക്സലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഭാഗം മായ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈ ഭാഗം എടുത്ത് കൊണ്ടുവന്നിട്ട് അവിടെ മായ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ അടുത്തതായിട്ട് വരുന്നത് നമുക്കിതാ ഒരുപാട് എഫക്റ്റുകൾ ഇവിടെ വേറെ ഉണ്ട്. നമുക്ക് ഏത് സ്റ്റൈലിലാണോ കൊണ്ടുവേണ്ടത് ആ സ്റ്റൈലിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഡിഫോൾട്ടായിട്ട് നമുക്ക് ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ടുകൾ കൊടുക്കണം എന്നുള്ളതാണിത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവുന്നത്. അതിനുശേഷം ലാസ്റ്റ് ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേര് കൊടുത്തു. ശേഷം നെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്കിവിടെ ഫോണ്ട് ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണ്ടത് ഡൗൺലോഡ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഫോണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇനി കളറ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ചെയ്യുക. വീണ്ടും കളർ ഇവിടേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കാം. എന്നിട്ട് അതിനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക, ചെറുതാക്കുക, വലുതാക്കുക. ഇത്തരം ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം മുകളിൽ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി നേരെ എവിടേക്കാണോ ഷെയർ ചെയ്യേണ്ടത് അതാണ് ചോദിക്കുക. അതല്ല നമുക്ക് ജസ്റ്റ് ഫോണിൽ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സേവ് ഇമേജ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി ഇതിലില്ലാത്ത മെനുവിലേക്കാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും മോർ എന്നുള്ളത് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചെറിയ വീഡിയോയിൽ. മറ്റൊരു അറിവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തിട്ടേക്കുക. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.